കല്യാണം കഴിഞ്ഞ് വന്നൊരു സമയത്തെ ഒരു കഥയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ. ഇത് എൻ്റെ ഒരു അനുഭവം ഞാൻ പങ്കുവെക്കണമെന്നുള്ളൂ. നിങ്ങളതെങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ആ നാട്ടിലെ പ്രത്യേക പലഹാരങ്ങൾ ഏതൊക്കെയാണോ അതൊക്കെ ഉണ്ടാക്കി തരും, നമ്മളെ കഴിപ്പിക്കും. അതൊക്കെ എല്ലായിടത്തും നടക്കുന്നൊരു പ്രതിഭാസമാണല്ലോ. പുതുമോടിയുടെ പേരിൽ നമുക്ക് അങ്ങനെയൊക്കെ തരും. അങ്ങനെ കേട്ടൊരു കാര്യമാണ് അണ്ടിയുണ്ടനെ കുറിച്ച് കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാവരും ഇങ്ങനെ പറയും, അണ്ടിയുണ്ട കഴിച്ചിട്ട് എത്ര നാളായി, എന്ത് ടേസ്റ്റാണല്ലേ, അതിങ്ങനെ വായിന്ന് പോകുന്നില്ല എൻ്റെ രുചി എന്നൊക്കെ പറഞ്ഞ് അത് പറയുന്നവരും കേൾക്കുന്നവരൊക്കെ അതിനെക്കുറിച്ച് ഇങ്ങനെ ഭയങ്കരമായിട്ട് വർണ്ണിച്ചപ്പോൾ എനിക്കിത് എന്താണെന്ന് അറിയാനോ അത് കഴിച്ചു നോക്കാനുള്ള ആകാംക്ഷ കൂടി കേട്ടോ. അപ്പോൾ ഇവർ പറഞ്ഞു, ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇങ്ങനെ കശുവണ്ടി മുഴുവനായിട്ട് എടുത്ത് കനലിൽ ചുട്ട് അതിൻ്റെ കാമ്പ് എടുത്തിട്ടൊക്കെ ആണിത് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ പോയത് അതിൻ്റെ ഷെല്ലിൽ എന്തോ വെച്ച് ഫില്ലിങ്ങൊക്കെ വെച്ച് ചെയ്യുന്ന എന്തോ പലഹാരം അങ്ങനെയൊക്കെയാണ്. അങ്ങനെ എൻ്റെ നാട്ടിൽ അങ്ങനെ കശുമാവൊന്നും അധികമായിട്ടില്ല. ഇവിടെ വന്നപ്പോൾ പറമ്പിലൊക്കെ കശുമാവും അതിൽ നിറച്ച കശുമാങ്ങയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കണ കണ്ടപ്പോൾ പിറ്റേ ദിവസം തുടങ്ങി ഞാൻ ഈ കശുവണ്ടിയൊക്കെ കിറ്റിൽ പറക്കി കൂട്ടി ഞാനും എൻ്റെ നാത്തൂനും ഒക്കെ കൂടെ അത് പറക്കി കൂട്ടി ഇങ്ങനെ സൂക്ഷിക്കാൻ തുടങ്ങി. കാരണം കുറച്ചധികം വേണമെന്ന് പറഞ്ഞു, എന്നാലും ഇതുണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന്. അങ്ങനെ സംഭവം കനലിലൊക്കെ ചുട്ടു വന്നപ്പോൾ 50 ഗ്രാം പോലും അതിൽ നിന്ന് കിട്ടിയില്ല കേട്ടോ. അങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ഇതൊന്നുമല്ല കശുവണ്ടി, സാധാ വേറെ ഒന്നുമില്ല, അരിയും വറുക്കുക, അരിയും ശർക്കര തേങ്ങ അതിൻ്റെ കൂടി കശുവണ്ടിയും ചേർത്ത് പിടിക്കുന്നു. പിന്നെ നമ്മൾ അതിങ്ങനെ ഉണ്ടയാക്കി ഉരുട്ടിയെടുക്കുന്നു, അത്രേ ഉള്ളൂ സംഭവം. ആ പേര് കേട്ടപ്പോൾ ഞാൻ എന്തൊക്കെയോ വിചാരിച്ചു പോയി. അപ്പോൾ ഇന്ന് ഇതിവിടെ പറയാൻ കാര്യം, ഞാൻ ഇത് കപ്പലണ്ടി വെച്ചിട്ട് ഇങ്ങനെ ഒരു ഉണ്ട ഉണ്ടാക്കി. അപ്പോൾ എനിക്ക് അതിവിടെ പറയണമെന്ന് തോന്നി, എൻ്റെ മനസ്സിൽ ആ കഥയൊക്കെ ഇങ്ങനെ ഓടി വന്നു കേട്ടോ. ഓരോ നാട്ടിൽ ഓരോ പേരുകളിലായിരിക്കും ഓരോ കാര്യങ്ങൾ അറിയപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടോ എന്ന് ഷെയർ ചെയ്യണം കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ട് അതിൽ കുറച്ച് കട്ടൻ ചായയൊക്കെ ഒഴിച്ച് അതിങ്ങനെ കോരിക്കഴിക്കുമ്പോൾ ഉള്ളൊരു സ്വാദ് അതൊന്ന് വേറെ തന്നെയാണല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷം. അപ്പോൾ എൻ്റെ കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതൊക്കെ ചെയ്യുക. വീണ്ടും നല്ല റെസിപ്പീസൊക്കെ ആയിട്ടും കഥകളൊക്കെ ആയിട്ടും വീഡിയോസൊക്കെ ആയിട്ട് വരാം. അപ്പം ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ.